Hello everyone. നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ ഇറേഷൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ലെക്ചറിങ് ക്ലാസ് മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചറൽ ഡിസൈൻ 2 എന്ന സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു മൊഡ്യൂൾ. കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ഫുള്ളായിട്ട് നിങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ 2വിൽ പഠിച്ച സ്ട്രക്ചേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് ആണ് നിങ്ങളിവിടെ ഈ ഒരു മൊഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമുക്ക് SIED അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഇറിയേഷൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റിൽ നിങ്ങളിവിടെ വരയ്ക്കേണ്ട ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ആൻഡ് ഡബിൾ ലീസ്ഡ് സിസ്റ്റം എങ്ങനെയായിരിക്കും, ഒരു ബാറ്റൺ സിസ്റ്റം എങ്ങനെയായിരിക്കാം, ഒരു സ്റ്റീൽ ബീം ടു സ്റ്റീൽ കോളം കണക്ഷൻ എങ്ങനെയായിരിക്കാം, സ്ലാബ് ബേസ് ഫോർ കോളം എങ്ങനെയായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ്സ് വരയ്ക്കാൻ നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ലേസിങ് ആൻഡ് ബാറ്റനിങ് എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷെ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമുക്കറിയാം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഐ ബീംസ് വരാം, ഐ സെക്ഷൻ വരാം, ചാനൽസ് വരാം, എച്ച് സെക്ഷൻസ് വരാം. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ കോഡ് പ്രൊവിഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആംഗിൾസിന് ഇത്ര വരാം, അതിൻ്റെ വെയിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല സെക്ഷൻസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൗണ്ട് സെക്ഷനായിട്ട് മാറാം. അപ്പം അങ്ങനെ കോമ്പൗണ്ട് സെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ബാർസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ബാർസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ബാർസുകളെയാണ് എന്ന് പറയുന്നത് നമ്മൾ ലേസിങ് എന്ന് പറയുന്നത്. അതിൽ ഹൊറിസോണ്ടലായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്റൺ എന്ന് പറയും. ഇത് രണ്ടും ചെയ്യുന്നത് നമ്മളൊരു ലോഡ് ക്യാരി ചെയ്യുന്നില്ല കോളത്തിൻ്റെ, പകരം എന്താണ് ചെയ്യുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ലേസിങ് ആൻഡ് ബാറ്റണിങ് ചെയ്യുന്ന കമ്പോണൻസ്. അപ്പോൾ ഫസ്റ്റ് ലേസിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറലായിട്ട് നിങ്ങൾക്ക് 2 ടൈപ്പ് ലീസിംഗ് ആണ് കണ്ടുവരുന്നത്. സിംഗിൾ ലീസിങ് സിസ്റ്റവും ഡബിൾ ലീസിങ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്. ഒന്ന് സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു സൈഡിലൂടെ മാത്രം അറേഞ്ച് ചെയ്ത് സിഗ്സാഗിലായിട്ട് കണക്ട് ചെയ്തു പോകും. ഇനി ഡബിൾ ലീസിങ് ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്സാഗ് ലെയർ 2 സൈഡിലുമായിട്ട് വരുന്ന ടൈപ്പിലാണെങ്കിൽ ഡബിൾ ലേസിങ് സിസ്റ്റം എന്ന് പറയും. പക്ഷേ ഈ ഡബിൾ ലേസിങ്ങും സിംഗിൾ ലേസിങ്ങും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ലെങ്ത് വൈസ് ഒരിക്കലും അതിൻ്റെ എന്ത് ചെയ്യാൻ പാടില്ല, തിക്നെസ്സിൽ ഒരിക്കലും ചേഞ്ചസ് വരാൻ പാടില്ല. ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലേസിങ് മെമ്പേഴ്സും ഒരുപോലെ തന്നെ ആയിരിക്കണം പ്രാക്ടിക്കൽ കേസിൽ. അല്ലാത്ത കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത് ശരിയാവില്ല. അപ്പോൾ നമ്മളുടെ ഒരു ലേസിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസൈനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും നോക്കുന്നത് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ആംഗിൾ. ഒരു ഇൻക്ലൈൻ ആയിട്ടാണല്ലോ നമ്മൾ ലേസിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ എപ്പോഴും ഏകദേശം 40 to 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രോയിങ്ങിൽ വരയ്ക്കുമ്പോൾ എത്രയാണ് ആംഗിൾ എടുക്കുക, അത് 45 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഡിസൈനിലുള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഇത്രയും ഡിസൈൻ കാര്യങ്ങൾ നമ്മുടെ ഡ്രോയിങ് ചെയ്യേണ്ട. കാരണം ഓൾറെഡി ക്വസ്റ്റ്യനിൽ എല്ലാ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസറാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളതിൻ്റെ ഡ്രോയിങ് വരച്ച് അത് കറക്റ്റ് ഡീറ്റെയിലിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നോക്കാം. കാരണം നിങ്ങളുടെ സ്ട്രക്ചർ ഡിസൈൻ 2ൽ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് ലെങ്ത്ത് ഒരു സിംഗിൾ ലീസിങ് ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് LE എന്ന് പറയുന്നത് Lന് ഈക്വൽ ആവാം. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ എൻഡ് ഫാസ്റ്റനർ ആണ്. നമ്മൾ എൻഡ് ഫാസ്റ്റനർ തമ്മിലുള്ള അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത്, ലെങ്ത് ആണ് നമ്മളുടെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒരു ഡബിൾ ലേസിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ LE എന്തായിട്ട് എടുക്കും, 0.7 ടൈംസ് ഓഫ് L ആണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ലീസിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ ഇതെല്ലാം നമ്മൾ റിവെറ്റഡ് കണക്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങളാണ്, ഇപ്പോൾ ബോൾട്ടഡ് കണക്ഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേ സംഭവം നമ്മൾ വെൽഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറും, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 0.7 ടൈംസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ എൻഡ്സ് ഓഫ് ദ വെൽഡ് ആണ് വരുന്നത്. ഇനി വിഡ്ത്ത് ഓഫ് ലേസിങ് ബാർ എന്ന് പറയുന്നത്, മിനിമം വിഡ്ത്ത് ഓഫ് ലേസിങ് ബാർ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് B is equal to 3 into D. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോൾട്ടിൻ്റെ ഡയമീറ്ററാണ്, നോർമൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടാണ് വരുന്നത്. പിന്നെ തിക്നെസ് ഓഫ് ലേസിങ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലേസിങ്ങിലാണെന്നുണ്ടെങ്കിൽ തിക്നെസ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ LE/40 ആയിരിക്കണം. അതുപോലെ ഡബിൾ ലേസിങ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ LE/60 ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ജനറലായിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേസിങ് എപ്പോഴും
ഒരു ഫ്ലാറ്റ് പ്ലേറ്റ്സുകളോ അല്ലെങ്കിൽ വെച്ചിട്ടാണ് കൊടുക്കാറ്. അതിലെ ആംഗിൾസ് അല്ലെങ്കിൽ ചാനൽസ് ആർ ആൾസോ യൂസ്ഡ് ആസ് ലേസിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഈ ലേസിംഗ് പ്ലേറ്റ്സിൻ്റെ വൈഡ് എന്ന് പറയുന്നത് ജനറലായിട്ട് ഏകദേശം 50 mm to 75 mm ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 8 mm to 10 mm തിക്കാണ് പ്രൊവൈഡ് ചെയ്യുക. ഇത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാമെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഡ്രോയിങ് വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഞാൻ പറയാണ്. The details of double laced steel column with riveted connection are as given. Two numbers ISIC channel 150 by 30 mm placed back to back at 140 mm clear spacing. Tie plate at top and bottom 200 by 80 by 12 mm on each side. Lacing MS flat 60 by 10 mm at 45 degree. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു ഡബിൾ ലേസ്ഡ് സ്റ്റീൽ കോളമാണ് വിത്ത് റിവറ്റഡ് കണക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വെൽഡഡ് അല്ല, റിവറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുപോലെ കാണിക്കണം, ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ റിവറ്റഡ് കണക്ഷൻ കാണിക്കുന്നത്. ആർ ടു നമ്പേഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത്? 2 നമ്പേഴ്സ് ആണ് ഉള്ളത്. അതേപോലെ 2 നമ്പേഴ്സ് ഗിവൺ 2 നമ്പേഴ്സ് ISIC ചാനൽ 150 by 30 mm. അപ്പോൾ ചാനൽ സെക്ഷനാണ്. എത്ര ചാനലാണുള്ളത്? 2 ചാനൽ സെക്ഷനാണ്. അപ്പോൾ ചാനൽ സെക്ഷൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുള്ളത്? 150 by 30. അപ്പോൾ ഇത് 150, ഇത് 30 അല്ലേ? 2 ചാനൽ സെക്ഷനാണ് തന്നിട്ടുള്ളത്, 150 by 30. അപ്പോൾ 2 ചാനൽ സെക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് ആണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വരയ്ക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അത് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ബാക്ക് ടു ബാക്ക് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്രയാണ് ക്ലിയർ സ്പേസിംഗ് ഉള്ളത്? ക്ലിയർ സ്പേസിങ് ഏകദേശം 140 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചാനൽ സെക്ഷൻ രണ്ടും വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലേസിങ് കൊടുക്കുന്നത്. അപ്പോൾ ലേസിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെയല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, പകരം ഇവിടെ കൊടുത്താലേ ഇതൊരു കോളം പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് വരിക? ലേസിങ് വരിക. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് മാത്രമേ കാണിക്കുള്ളൂ? നമ്മൾ ലേസിങ്ങിൻ്റെ തിക്നെസ് മാത്രമേ എനിക്ക് കാണുള്ളൂ. ലേസിങ്ങിൻ്റെ തിക്നെസ് എത്രയാണ് തന്നിട്ടുള്ളത്? 10 mm ആണ് തിക്നെസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത്? ഒരു ടൈ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് കൊടുക്കാം? അതിൻ്റെ ടോപ്പിലും നമ്മൾ കോളത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ടോപ്പിലും ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേറ്റ്സുകളാണ് എന്ത്? ടൈ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും തിക്നെസ്സൊക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 200 by 80 by 12 mm. അപ്പോൾ ഇതിൻ്റെ വീതി എത്രയാണ് വരുന്നത്? 80 mm. 200 mm ആണ് ലെങ്ത്ത്. അതിൻ്റെ തിക്നെസ് എത്രയാണ്? 12 mm ആണ് തന്നിട്ടുള്ളത്. ഇനി ലേസിങ് എത്രയാണ് തന്നിട്ടുള്ളത്? അത് മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ സൈസ് എത്രയാണ്? വീതി എത്രയാണ് വരുന്നത്? 60 mm വീതി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടായിരിക്കണം, 50 to 75 mm. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയാണ് വന്നിരിക്കുന്നത്? 60 mm. ദെൻ നമ്മൾ പറഞ്ഞു അതിൻ്റെ തിക്നെസ് എത്രയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? 8 to 10 mm. അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 10 mm തിക്നെസ് ആണ്. അറ്റ് 45 ഡിഗ്രി 45 ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അപ്പോൾ 45 ഡിഗ്രി എവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലേസിങ് പോകുന്നത്. അതുപോലെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെയാണ് ലേസിങ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആംഗിളാണ് എന്ത് പറയുന്നത്? 45 ഡിഗ്രി എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻക്ലിനേഷനാണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 90 ഡിഗ്രി വരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മളുടെ പ്ലാൻ വരയ്ക്കും. പ്ലാൻ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ വരച്ചെന്ന സംഭവം പ്ലാൻ വരച്ചു കഴിയും. പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ചാനൽ സെക്ഷൻ ഇങ്ങനെ വരും. ഈ തിക്നെസ് എത്രയാണ്? 12 mm. 12 mm ആണോ? അല്ല, 10 mm തിക്നെസ് ആണ്. പക്ഷേ ഏറ്റവും ടോപ്പിൽ നോക്കുമ്പോൾ
ടൈപ്പ് പ്ലേറ്റിൻ്റെ എത്രയാണ് 12 mm അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ലീസിങ് 10 mm. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിയിൽ കട്ട് ചെയ്തിട്ട് ലീസിങ്ങിൻ്റെ പോർഷനിലാകുമ്പോൾ 10 mm ആണ് തിക്നെസ് കാണുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് പ്ലാൻ വ്യൂ. ഈ പ്ലാൻ വ്യൂ തന്നെ എത്ര മാർക്കാണ്? 5 മാർക്ക് ഈ പ്ലാൻ വ്യൂവിനുണ്ട്. ഇത് ചില സമയത്ത് 2 ക്വസ്റ്റ്യൻസ് കൂടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഡബിൾ ലേസിങ്ങും സിംഗിൾ ലേസിങ്ങും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കൂടിയിട്ടാണ് 25 മാർക്ക് വരിക. അപ്പോൾ ഇത് വന്നു. ഇനി ഇതിൻ്റെ പ്ലാൻ വരയ്ക്കണം. പ്ലാൻ വരച്ചു ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ എലിവേഷൻ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ എലിവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലൂടെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാണാനിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഓൾറെഡി വരച്ച ഈ സംഭവങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ ഇത് നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വീതി കിട്ടില്ലേ? വീതി കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ തിക്നെസ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ ലെയർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് ഞാൻ വൃത്തിക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ സെക്ഷൻ വരച്ചിട്ടുണ്ട്. ഈ വീതി കാണിച്ച് ഇങ്ങനെ ഒരു ചാനൽ സെക്ഷൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് എത്രയാണ് തന്നിട്ടുള്ളത്? 140 mm. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്ലാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഞാൻ എലിവേഷൻ വരയ്ക്കുമ്പോൾ എനിക്ക് നേരെ ഇത് ഇങ്ങോട്ട് പ്രൊജക്റ്റ്. അപ്പോൾ ഈ വീതി കിട്ടും. അപ്പോഴെനിക്ക് ഈ വീതി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. പിന്നെ അടുത്തത് കിട്ടുന്നത് ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീതി കിട്ടും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്യും. ഈ സെൻറ്റർ ലൈനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബോട്ടത്തിൽ എന്താണ്? ടൈപ്പ് പ്ലേറ്റ് ആണ്. അപ്പോൾ ടൈപ്പ് പ്ലേറ്റ് ഞാൻ കൊടുക്കുമ്പോൾ ഞാനൊരു ലൈൻ വരച്ചു. ഇതാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എന്തില്ല? കണക്ഷൻ ഇല്ല. അത് ഞാൻ പ്രൊജക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൈപ്പ് പ്ലേറ്റ് വെച്ച് ഈ ടൈപ്പ് പ്ലേറ്റിൻ്റെ വീതി എത്രയാണ് തന്നിട്ടുള്ളത്? 80 mm ആണ് വീതി ഉള്ളത്. എത്രയാണ് നീളം തന്നിട്ടുള്ളത്? 200 mm ആണ് നീളം തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തിക്നെസ് എത്രയാണ്? 12. അപ്പോൾ തിക്നെസ് എനിക്ക് ഇവിടെ കാണിക്കാൻ കഴിയില്ല. ഇവിടെ കാണിക്കാൻ കഴിയും. എനിക്ക് ഈ വീതിയും നീളവും കാണിക്കാം. 200 എന്ന് കാണിക്കാം. അപ്പോൾ അത് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ സിംഗിൾ ലൈൻ വരച്ചിട്ട് ഈ പോയിന്റിൽ നിന്നും എന്തിലെടുക്കണം? 45 ഡിഗ്രിയിൽ ഒരു ഇൻക്ലിനേഷനുള്ള ഒരു ലേസിങ്. എന്നിട്ട് അതിൻ്റെ എൻഡിങ് ഞാൻ എവിടെ കൊണ്ടുപോയി കൊടുക്കണം? എൻ്റെ അടുത്ത ഈ ഭാഗത്ത് വരുന്ന കൊണ്ടുപോയി എൻഡ് ചെയ്യണം. അതും അവിടെ സെൻട്രൽ ലൈൻ വരും. അതിൽ കൊണ്ടുപോയി എൻഡ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ തൊട്ടടുത്ത് ഇതേപോലെ അവിടെയും ഒരു പോയിന്റ് ഉണ്ടാകും. അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇതേപോലെ 45. എന്നിട്ട് ഇത് കണ്ടിന്യൂഷൻ ആണെന്ന് കാണിക്കാനാണ് ഈ ഫോർമാറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്ത് കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ഡയമെൻഷൻസും കറക്റ്റ് ചെയ്യുക, ഡീറ്റെയിൽസും കറക്റ്റ് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. അതൊന്നും കൂടി നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ഇവിടെ പ്ലാൻ വരയ്ക്കുക. പ്ലാൻ വരച്ചതിന് ശേഷം നേരെ പ്രൊജക്റ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈപ്പ് പ്ലേറ്റ്, പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവിടെ, പിന്നെ ഇവിടുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോവുക. അതുപോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആംഗിൾസ് 45 ഡിഗ്രി എടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ഇത്രയും ഈസിയാണ്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ആൻസർ ചെയ്യണം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ. അപ്പോൾ ഒരു ബാറ്റൺ കോളമാണ് തന്നിട്ടുള്ളത്. ഹാസ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. കോളം ISLC 150/30 mm പ്ലേസ്ഡ് ബാക്ക് ടു ബാക്ക്. ISLC എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ സെക്ഷൻ തന്നെയാണ്. ചാനൽ സെക്ഷൻ 150 mm ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് വെയ്റ്റ് ചാനൽ സെക്ഷനാണ് തന്നിട്ടുള്ളത്. 150 mm/30 mm പ്ലേസ്ഡ് ബാക്ക് ടു ബാക്ക് കീപ്പിംഗ് എ ക്ലിയർ ഡിസ്റ്റൻസ്. ഇവിടെ തന്നിട്ടുള്ളത് 125 ആണ്. ബിറ്റ്വീൻ ദ വെബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ് വെബ് വരുന്നത്? വെബ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവില്ലേ? ഇത് ഫ്ലാഞ്ച്, ഇത് വെബ്. ഇതാണ് വെബ്. അപ്പോൾ വെബും അടുത്ത വെബും തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുള്ളത് 125, ബിറ്റ്വീൻ 125 ആണ്. ദ കോളം ഈസ് പ്രൊവൈഡഡ് വിത്ത് ബാറ്റൺസ്. ഇവിടെ തന്നിട്ടുള്ള ബാറ്റൺ സിസ്റ്റം ആണ്. ദ സൈസ് ഓഫ് എൻഡ് ബാറ്റൺസ് ആർ 180/12 mm ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബാറ്റൺസ് ആർ 150/12 mm ആണ്. സ്പേസിംഗ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ബാറ്റൺസ് ഈസ്
450 mm സെൻറ്റർ ഇടും. രണ്ട് ബാറ്റൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 450 mm സെൻറ്റർ ടു സെൻറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ വരയ്ക്കാൻ എല്ലാവർക്കും ഇപ്പോൾ പഠിഞ്ഞു കിട്ടി, ഏകദേശം ഈസിയാണ്. ഇനി നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വരുമ്പോൾ വീതിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? 180/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലേറ്റിൻ്റെ വീതിയാണ്. അപ്പോൾ വീതിയും ഈ തിക്നെസ്സാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 180/12. ലെങ്ത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ അടുത്ത ടൈപ്പ് പ്ലേറ്റ് ഇത്രയും, പിന്നെ നമ്മളുടെ ബാറ്റൻ്റെ പറഞ്ഞിരിക്കുന്നത് 150/12 ആണ്. ഈ വീതി 150 ആണ്. അപ്പോൾ ഈ വീതി ഇവിടെയുള്ള ഈ വീതി പറയുമ്പോൾ നമുക്ക് കോളത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ വീതിയാണ് 150 എന്ന് പറയുന്നത്. അതുപോലെ ടൈപ്പ് പ്ലേറ്റ് ആകുമ്പോൾ ബോട്ടത്തിലും ടോപ്പിലും 180 വരും. അപ്പോൾ നമുക്കത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ പ്ലാൻ വ്യൂ നമുക്ക് ഫസ്റ്റ് വരയ്ക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? വീതി 30 mm ആണ്. ഹൈറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 150 ആണ്. 150/30 അല്ലേ? അപ്പോൾ താഴേക്ക് ഹൈറ്റ് മൊത്തം പോകുന്നത് 150. കണ്ടിന്യൂസ് അവിടെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് കൊടുക്കണേ. ഇനി ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് 125. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോപ്പ് വ്യൂ കിട്ടുന്നത്. ഇനി നേരെ ഇത് മുകളിലേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വന്നു. ഇനി താഴെ ബേസ് പ്ലേറ്റ് വന്നു. ബേസ് പ്ലേറ്റിൻ്റെ വീതി എത്രയാണ്? 180 ആണ് തന്നിട്ടുള്ളത്. അതിൽ ആൻസർ കീയിൽ 80 ആണ്, അത് കറക്ഷനാണ്. പിന്നെ 12 mm തിക്നെസ് എനിക്ക് കാണാൻ കഴിയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഞാൻ ബാറ്റൺ കൊടുക്കുമ്പോൾ അവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ്? നമ്മുടെ 450 mm സെൻറ്റർ ടു സെൻറ്റർ. അടുത്തതിലേക്ക് ഞാൻ 450 mm കൊടുത്തിട്ട് വേണം അടുത്ത ബാറ്റൺ വരയ്ക്കാൻ. അടുത്ത ബാറ്റൻ്റെ വീതി എത്രയാണ്? 150. ഇത് വരയ്ക്കാൻ ഇത്ര ടഫ് ഉണ്ടോ? വളരെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് വരയ്ക്കുക, എന്നിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. പക്ഷേ ഇത് മാർക്ക് ഏകദേശം എത്രയേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്? ചിലത് മാത്രം 25 മാർക്ക്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചപ്പോൾ 25 മാർക്ക്. ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നത് 25 മാർക്ക്. എലിവേഷന് 15ഉം പ്ലാനിന് 10ഉം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം 15/10 എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇത് അത്ര വലിയ ടഫുള്ള കാര്യമില്ല. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാം.